Good morning, good afternoon, and good evening. ഞാൻ അബ്ദുൽ മജീദാണ്. വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ സാധ്യതയെക്കുറിച്ച് മുൻപ് പല വീഡിയോയിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തുന്ന അനവധി സുഹൃത്തുക്കളാണ് വീണ്ടും ഈ വീഡിയോ കാണാൻ പോകുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി തീർച്ചയായും നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഗോളുകൾക്ക് വേണ്ടിയുള്ള ഒരു കോളാണ്. അത് ഡിക്ലൈൻ ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി നിങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഓപ്പർച്യൂണിറ്റിയുടെ ലോകത്തേക്ക് നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും ഏതൊരു സ്റ്റെപ്പ് നമ്മൾ വയ്ക്കുമ്പോഴും അത് കിലോമീറ്റർ താണ്ടാനുള്ള സ്റ്റെപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വയ്ക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കിലോമീറ്ററുകൾ താണ്ടാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കാതെ ഒരിക്കൽ പോലും ആ കിലോമീറ്റർ താണ്ടാൻ പറ്റില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിളായിട്ട് മാറാനുള്ള യാത്രയിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വളരെ മനോഹരമായ ഒരു ബിസിനസ് ആശയത്തിന്റെ പ്രസന്റേഷൻ ആണ് ഇന്നത്തെ ഈ പ്രസന്റേഷനിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് വളരെ ഭംഗിയായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കുറച്ച് സമയങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ യഥാർത്ഥമായ ഫേസിലേക്ക് ഫിയാവിൻ ഇപ്പോൾ കടന്നിരിക്കുന്നു. ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഒരു ഷോറൂം, ഒരു സംവിധാനം, അതെല്ലാമായിട്ട് ഫിയാവിൻ അതിന്റെ ജയിത്രാത്ത തുടങ്ങി കഴിഞ്ഞു. ഈ തുടക്കത്തെ യാത്രയിൽ നമുക്കും പങ്കാളിയാകാൻ പറ്റിയാൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന തൃശൂർ ബേസിൽ നിൽക്കുന്ന കമ്പനി നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. ഫിയാവിൻ എന്ന സിസ്റ്റം അത് ഒരു വലിയൊരു ഓർഗനൈസേഷൻ ആണ്. ഒരു മൾട്ടി ക്രോർ ബിസിനസ് പേഴ്സണാലിറ്റിയാണ് ഇതിന്റെ പ്രൊമോട്ടേഴ്സ് ആയിട്ട് വരുന്നത്. അവരുടെ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം ആണ് ഈ ഒരു പ്രോഗ്രാം. ഫസ്റ്റ് അവരുടെ ബിസിനസ് സംരംഭം അത്ര മനോഹരമായി ബിൽഡ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കോടികളുടെ ഇൻവെസ്റ്റ്മെന്റോട് കൂടി കൃത്യമായ ഒരു മാനേജ്മെന്റ് കപ്പാസിറ്റിയോട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ബിൽഡ് ചെയ്തുകൊണ്ട് കൃത്യമായി ഏതൊരാളെ കൊണ്ടും കൊതിയോടുന്ന നോട്ടത്തോടെ നോക്കാൻ പറ്റുന്ന ഒരു ഷോറൂം ബിൽഡ് ചെയ്തുകൊണ്ട് വലിയൊരു കോർപ്പറേറ്റ് ഓഫീസ് സെറ്റ് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റം തൃശൂർ ബേസ് ചെയ്തുകൊണ്ട് പൂങ്കുന്നം ബേസ് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് വലിയൊരു നേട്ടങ്ങൾ ഉണ്ടാക്കി തരും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനുവേണ്ടി പുതിയ വെബ്സൈറ്റ് വരെ കൊണ്ടുവന്നുകൊണ്ട് നവംബർ 1 മുതൽ അതിന്റെ പ്രവർത്തനം 2020 നവംബർ 1 മുതൽ അതിന്റെ പ്രവർത്തനം അതിന്റെ യഥാർത്ഥ ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫിയാവിൻ 100% ജെനുവിൻ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അഫോർഡബിൾ ആയ ആഭരണം എന്ന ഇൻഡസ്ട്രിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ ഫിയാവിന്റെ ആഭരണങ്ങൾ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു മൾട്ടി ക്രോർ ബിസിനസ് ഹൗസിൽ നിന്ന് വരുന്ന ഈ ബിസിനസ് പ്ലാൻ അതിന്റെ റിലയബിൾ ആയിട്ടുള്ള ഇൻകം പ്ലാനിലൂടെയും മാക്സിമം ഡെയിലി സീലിംഗ് കിട്ടാവുന്ന സിസ്റ്റത്തിലൂടെയും ലൈഫ് ടൈം വാറന്റി കൊടുക്കുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക വഴിയും വളരെ ക്രിയാത്മകമായ ഒരു പ്രസൻസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് അവർ കൊണ്ടുവരികയാണ്. ഫിയാവിൻ മുന്നോട്ട് വയ്ക്കുന്ന ആഭരണങ്ങളുടെ പ്രത്യേകത 10% ഗോൾഡ് ഫീൽഡ് ഓർണമെന്റ്സ് ആണ്. ഫിയ ഗോൾഡ് 10%. വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ് ഓർണമെന്റ് സെക്ടറിൽ ഫിയാവിൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇവർ അവതരിപ്പിക്കുന്ന ഓർണമെന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ആദ്യമായിട്ട് വരുന്നു എന്നുള്ള ഏറ്റവും പിക്യുലർ ആയ ഒരു സംഗതി നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. 10% ഫിയ ഗോൾഡ് 10% ഗോൾഡ് ഫീൽഡ് ഓർണമെന്റ് എന്ന ഇവരുടെ എംബ്ലം അത് ട്രേഡ് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു സെക്ടറിലേക്ക് ഈ ഒരു പേരിൽ ഒരു ആഭരണവുമായിട്ട് ഈ ഒരു കമ്പനിക്ക് വരിക എന്നുള്ളത് അപ്രാപ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മോണോപോളി പ്രൊഡക്റ്റിന്റെ ഒരു മാനദണ്ഡം, ഒരു മോണോപോളി പ്രൊഡക്റ്റിന്റെ ഒരു സാധ്യത ഇത് ഏറ്റെടുക്കുന്ന ഏതൊരു ബിസിനസ്മാനും വരും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. 10% ഓർണമെന്റ് എന്ന് പറയുന്നത് 24 ക്യാരറ്റ് ഗോൾഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ഓർണമെന്റ് സിസ്റ്റമാണ്. ഏതൊരു ഓർണമെന്റ് എടുക്കുമ്പോഴും അതിൽ നമ്മൾ എടുക്കുന്ന വെയിറ്റ് എത്രയാണോ ആ വെയിറ്റിന്റെ 10% 24 ക്യാരറ്റ് ഗോൾഡ് ആയിരിക്കും. ബാക്കി 90% ഫിയ മെറ്റൽ എന്നറിയപ്പെടുന്ന ഒരു ഗോൾഡ്, ഒരു അലോയി ആയിരിക്കും, മെറ്റൽ അലോയി ആയിരിക്കും. അപ്പോ 10% പ്യുർ ഗോൾഡും 24 ക്യാരറ്റ് ഗോൾഡും 90% ഫിയ മെറ്റലും ഒരു ജർമ്മൻ ടെക്നോളജിയിൽ ഫ്യൂസ് ചെയ്തെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് 10% ഫിയ ഗോൾഡ് എന്ന് പറയുന്നത്. തീർച്ചയായും ആ 10% ഫിയ ഗോൾഡ് എന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഒരു ട്രെൻഡായിട്ട് മാറാൻ പോവുകയാണ്. കാരണം സാധാരണ ഏതൊരു ആഭരണ സെക്ടറിലുള്ള ആഭരണവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് കൊടുക്കുന്ന വിലക്കുറവിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ഫിയ ഗോൾഡിന്റെ പ്രൊഡക്റ്റ് മാത്രമായിരിക്കും. നമുക്ക് പരിചയമുള്ള ആഭരണ സെക്ടറിൽ നിരവധി ആഭരണങ്ങൾ പരിചയമുണ്ട്. ഇപ്പൊ ഗോൾഡ് ആഭരണങ്ങൾ നമുക്ക് പരിചയമുണ്ട്, 1 ഗ്രാം ആഭരണങ്ങൾ നമുക്ക് പരിചയമുണ്ട്, റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ പരിചയമുണ്ട്, ഫാൻസി ഐറ്റംസ് നമുക്ക് പരിചയമുണ്ട്, ഡയമണ്ട് ആഭരണങ്ങൾ പരിചയമുണ്ട്. പക്ഷേ കോസ്റ്റ്ലി ആയിട്ടുള്ള ആഭരണങ്ങൾ വാങ്ങാൻ അത് കേപ്പബിൾ ആയ ആൾക്കാർക്ക് മാത്രം പറ്റുന്ന സാഹചര്യമാണ്. എന്നാൽ ഫാൻസി ആയിട്ടുള്ള ആഭരണങ്ങൾ എടുത്തു നോക്കുമ്പോൾ, ഡിസൈനും പണിത്തരമുള്ള ആഭരണങ്ങൾ എടുത്തു നോക്കുമ്പോൾ ചീപ്പായിട്ട് കിട്ടുന്ന ആഭരണങ്ങൾ സെലക്ട് ചെയ്യാനെന്ന് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം മറ്റുള്ള ആഭരണങ്ങൾ ഡയമണ്ടിന്റെയോ അല്ലെങ്കിൽ
സ്വർണത്തിന്റെ വാങ്ങുമ്പോൾ പണിക്കാശ് മാത്രം കൊടുക്കേണ്ടത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണെന്ന സത്യം ഇന്ന് പബ്ലിക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത്തരം പണിക്കാശിലേക്കൊന്നും പോകാതെ ആ എമൗണ്ട് ഉണ്ടെങ്കിൽ വാങ്ങാൻ ഉപയോഗിക്കാവുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ടെങ്കിൽ അത് വാങ്ങാൻ മാർക്കറ്റിൽ നിരവധി ആൾക്കാരുണ്ട് എന്നുള്ളത് നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തു. മാത്രമല്ല 10% ഫിയ ഗോൾഡ് എന്ന് പറയുന്നത് ഒരു പ്യുവർ ഗോൾഡിന്റെ അതേ റിഫ്ലക്ഷൻ ഉള്ള പ്രൊഡക്റ്റ് ആണ്, അതേ ഷൈനസ് ഉള്ള, അതേ വിഷ്വൽ ഫീൽ ഉള്ള, അതേ ടച്ച് ഫീൽ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് 10% ഫിയ ഗോൾഡ് എന്ന് പറയുന്നത്. 10% ഫിയ ഗോൾഡ് ഓർണമെന്റ്സ് നമ്മൾ സാധാരണ ഒരു ആഭരണമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഒരു വ്യത്യാസവും നമുക്ക് തോന്നത്തില്ല. എന്നാൽ ഓരോ ആഭരണത്തിലും 10% ഫിയ ഗോൾഡ് എന്ന് പ്രത്യേകം എൻഗ്രേവ് ചെയ്തുകൊണ്ട്, ഓരോ ആഭരണത്തിലും കൃത്യമായ സീരിയൽ നമ്പർ എൻഗ്രേവ് ചെയ്തുകൊണ്ട് മറ്റുള്ള ആഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും ഈ പ്രൊഡക്റ്റിൽ ഈ സിസ്റ്റം ഒരുക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല സാധാരണ ഗോൾഡ് അല്ലാത്ത ആഭരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന അലർജി പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കളർ പോകുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും ഫിയ ഗോൾഡ് ആഭരണത്തിൽ ഒരിക്കലും ഉണ്ടാവത്തില്ല. 100% ജെനുവിൻ ആയ ഒരു ആഭരണം ഉപയോഗിക്കും പോലെ, ഒരു സ്വർണ്ണാഭരണം ഉപയോഗിക്കും പോലെ, ഒരു ഡയമണ്ട് ആഭരണം ഉപയോഗിക്കും പോലെ അതേ ക്വാളിറ്റിയോടുകൂടി, അതേ ഫീലോടുകൂടി, അതേ വിഷ്വലൈസേഷനോടുകൂടി മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ള ഒരു ബാഡ് ഫീലും ക്രിയേറ്റ് ചെയ്യാത്ത രൂപത്തിൽ വളരെ മനോഹരമായ ഒരു ജ്വല്ലറിയാണ് 10% ഫിയ ഗോൾഡിലൂടെ ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മുടെ മാർക്കറ്റിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. The jewelry collection under this category come with the unique identity stamp and the serial number. തീർച്ചയായും വളരെ വലിയ മനോഹരമായ ഒരു ആശയം ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് ഈ ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരുക്കി തരുന്നു. ഈ സിസ്റ്റത്തിലെ ഇൻകം പ്ലാൻ അത് വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇൻകം പ്ലാൻ ആണ്. കാരണം വളരെ യുണീക്കായ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ വളരെ കൃത്യമായ വരുമാനം ഏതൊരു സാധാരണക്കാരനും നേടിയെടുക്കാൻ പറ്റുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള 4 തരത്തിലുള്ള ഇൻകം പ്ലാൻ ഈ സിസ്റ്റം നമ്മുടെ മുന്നിൽ ഒരുക്കി തരുന്നുണ്ട്. ഒന്ന്, ബൈനറി ഇൻകം, ഗ്രൂപ്പ് സെയിൽസ് റിവാർഡ് എന്ന് നമുക്ക് വിളിക്കാം. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത് കൂട്ടുന്നതിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരെല്ലാം ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർമാരായിട്ട് മാറ്റുന്ന പ്രോസസ്സിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന, ഡെയിലി നേടിയെടുക്കാൻ പറ്റുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ബൈനറി ഇൻകത്തിലൂടെ സിസ്റ്റം വെച്ചിരിക്കുന്നത്. അത് ഏറ്റവും മിനിമം 300 രൂപ മുതൽ മാക്സിമം ഒരു ദിവസം 50,000 രൂപ വരെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. 50,000 രൂപ ഒരു ദിവസം എന്ന് പറയുമ്പോൾ 30 ദിവസം കൊണ്ട് 15 ലക്ഷം രൂപ ഒരു മാസത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ സിസ്റ്റം ബൈനറി ഇൻകത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 15 ലക്ഷം രൂപ ഒരു മാസം നേടിയെടുക്കുന്ന ഒരാൾക്കാരായിട്ട് ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ, ഒരു ആഭരണം വാങ്ങി വന്നാൽ മതി എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ആളുകളെ കൂടുതൽ ഇതിലേക്ക് അടുപ്പിക്കാനുള്ള സാധ്യത കൂട്ടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത് ഒരു സ്ഥിര വരുമാനം നേടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ ഒരു പ്രോഫിറ്റ് ഷെയർ കിട്ടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി രണ്ടാമതൊരു വരുമാന മാർഗമായിട്ട് സിസ്റ്റം നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നു. ജനറേഷൻ ഇൻകം രൂപത്തിൽ കൂടുതൽ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക്, കൂടുതൽ ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അവരുടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതിനുള്ള ആ മെയിൻ്റെനൻസിലൂടെ കൃത്യമായി വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന ജനറേഷൻ ബോണസ് സിസ്റ്റം ഒരുക്കി വെച്ചിരിക്കുന്നു. ഇവിടെ വരുന്ന ആൾക്കാർ റീപർച്ചേസിംഗ് നടത്തുന്നത് പോലെ ഫിയ ഗോൾഡിന്റെ ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, ഫിയ കാർട്ട് ഓൺലൈൻ എന്ന സിസ്റ്റത്തിലൂടെ അനവധി പ്രൊഡക്റ്റുകൾ സിസ്റ്റത്തിലേക്ക് കടന്നു വരാൻ പോകുന്നുണ്ട്. ഒരുപാട് സർവീസുകൾ സിസ്റ്റത്തിലേക്ക് കടന്നു വരാൻ പോകുന്നുണ്ട്. ഇത്തരം പ്രൊഡക്റ്റുകളും ഇത്തരം സർവീസുകളും ഫിയ ഗോൾഡിന്റെ ഉൽപ്പന്നങ്ങളും റീപർച്ചേസ് ചെയ്യുന്നതിലൂടെ ഓരോ ആൾക്കാരിലൂടെയും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള റീപർച്ചേസ് ബോണസും ഈ സിസ്റ്റം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പലതരത്തിലുള്ള അവാർഡുകൾ, പലതരം റിവാർഡുകൾ, റാങ്കുകൾ, പ്രൊമോഷൻസ്, ഇങ്ങനെ നിരവധി വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഫിയാവിൻ ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഈ ആഭരണം എന്ന സെക്ടറിലൂടെ മാർക്കറ്റിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സാധാരണക്കാരന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരു സാധാരണക്കാരനെ അസാധാരണക്കായി മാറ്റാൻ പറ്റുന്ന, എന്തുകൊണ്ടാണോ സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റുമെന്ന് പറയുന്ന കാരണങ്ങൾ വെച്ചാൽ 15 ലക്ഷം രൂപ ഒരു മാസം വരുമാനം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഒരു സാധാരണ സബ്ജക്റ്റ് അല്ല. ഒരു മാസം 15 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു അസാധാരണമായ കാര്യം തന്നെയാണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള ആൾക്കാർക്ക് മാത്രമാണ് അത്തരം ഒരു ഓപ്പർച്യൂണിറ്റി പലപ്പോഴും സംഭവിക്കുക. എന്നാൽ ഈ സിസ്റ്റത്തിൽ നമ്മുടെ പരിചയക്കാരെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഫിയാവിന്റെ ഷോറൂമിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ഫിയാവിന്റെ ഏറ്റവും അടുത്തുള്ള ഫ്രാഞ്ചൈസിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു മൊബൈൽ ഫ്രാഞ്ചൈസിലേക്ക് നമ്മൾ പോകാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ആ ഒരു തയ്യാറാകുന്ന ഒരാൾക്ക് ഈ സിസ്റ്റത്തിലൂടെ ഈ 50,000 രൂപ ഒരു ദിവസം നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിന്റെ ബൈനറി ഇൻകം പ്ലാൻ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ ദിവസവും പേ ഔട്ട് തരുന്ന ഒരു ബിസിനസ് പ്ലാൻ ആണ് ബൈനറിയിലൂടെ സിസ്റ്റം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എല്ലാ ദിവസവും പേ ഔട്ട്, എല്ലാ ദിവസവും രാത്രി 12 മണിക്ക് അന്ന് വരെ ആ സമയം വരെ നടന്ന ബിസിനസ്സുകൾ കണക്ക് കൂട്ടി ആ കണക്കിന്റെ വരുമാനം പിറ്റേ ദിവസം നമ്മുടെ അക്കൗണ്ടിൽ എത്തിക്കുന്ന സിസ്റ്റം. ബിസിനസ് വോളിയം വെച്ചിട്ടാണ് ഈ സിസ്റ്റത്തിന്റെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റ് ഏതാണോ ആ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിന്റെ ബേസ് ചെയ്ത് ബിസിനസ് വോളിയം തരുന്നു. ഓരോ 1000 രൂപയ്ക്കും ഒരു BV എന്ന ക്രമത്തിൽ നമുക്ക് ബിസിനസ് വോളിയം തരുന്നു. മിനിമം ബിസിനസ് വോളിയം 3000 രൂപയാണ്. 3000 രൂപയുടെ ബിസിനസ് എങ്കിലും നമ്മൾ മിനിമം ചെയ്യണം, അതായത് 3 BV.
നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റ്, നമ്മൾ ഒരു മോതിരം എടുത്തോ, ഒരു വള എടുത്തോ, അല്ലെങ്കിൽ മാല എടുത്തോ, അല്ലെങ്കിൽ കൈച്ചേൻ എടുത്തോ, അല്ലെങ്കിൽ പാദസരം എടുത്തോ, നമ്മളെടുത്ത ഒരു മുക്കുത്തി ആയിക്കോട്ടെ, കാലിൽ സ്റ്റഡ് ആയിക്കോട്ടെ, അത് നമ്മുടെ ചോയ്സ് ആണ്. നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റ് അത് എത്ര ഗ്രാം ആണ്, ആ ഗ്രാമിന് ഒരു ദിവസം ഒരു ഫിയ ഗോൾഡിന്റെ വെയിറ്റിന് ഒരു വിലയുണ്ട്. 1594 രൂപയാണ് ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ ഇന്നത്തെ ഒരു ഗ്രാം ഫിയ ഗോൾഡിന്റെ വില. ഈ വില എന്ന് പറയുന്നത് എല്ലാം ഇൻക്ലൂഡഡ് ആയ വിലയാണ്. അതിന്റെ മാനുഫാക്ചറിംഗ് കോസ്റ്റ് ഇൻക്ലൂഡഡ് ആയ, അതിന്റെ പ്രൊഡക്റ്റ് കോസ്റ്റ് ഇൻക്ലൂഡഡ് ആയ, എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വിലയാണ്. എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടത്, ഒരു ബില്ല് ചെയ്യുന്ന സമയത്ത് ആകെ എക്സ്ട്രാ കൊടുക്കേണ്ടത് 3.25% GST മാത്രമാണ്. വേറെ ഒന്നും എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. പണിക്കാശ് സാധാരണ ആഭരണം വാങ്ങുന്ന സമയത്ത് നമ്മൾ ഉൽപ്പന്നത്തിന്റെ വില മാത്രം കൊടുത്താൽ പോരാ, പണിക്കാശ് കൂടി കൊടുക്കണം. അത് കൊടുത്താൽ ഈ പണിക്കാശ് എന്ന സാധനം കുറയും, ഒപ്പം പണി കുറവെന്നുകൊണ്ട് കുറവ് കുറയ്ക്കുകയും ചെയ്യും. എന്നാൽ ഈ സിസ്റ്റത്തിൽ അങ്ങനെ ഒന്നില്ല. നമ്മൾ എടുക്കുന്ന ആഭരണത്തിന് എത്ര ഗ്രാം വെയിറ്റ് ഉണ്ടോ ആ വെയിറ്റിന് ഇന്നത്തെ വില എത്രയാണോ ആ വിലയ്ക്ക് അനുസരിച്ചുള്ള പൈസ കൊടുത്താൽ മതി. എക്സ്ട്രാ GST മാത്രം കൊടുത്താൽ മതി. അത് ഗവൺമെന്റിലേക്ക് പോകുന്നതാണ്. അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റിന്റെ വില ഏതാണോ, ഇപ്പൊ 12,000 രൂപയുടെ ഉൽപ്പന്നമാണ് നമ്മൾ വാങ്ങിയത്, ആ 12,000 രൂപയുടെ ഉൽപ്പന്നത്തിന് 12 BV നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ എടുത്ത ഉൽപ്പന്നം ഏതാണോ ആ ഉൽപ്പന്നത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു പാക്കേജിലേക്ക് ഈ സിസ്റ്റം നമ്മൾ അസൈൻ ചെയ്യും. ആ പാക്കേജ് വരുന്നത് 3000 മുതൽ 5000 വരെ റേഞ്ചിലുള്ള പാക്കേജ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് കൺസിഡറേഷനിൽ ഒരു സ്റ്റാർട്ടപ്പ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നമ്മൾ ഈ സിസ്റ്റത്തിൽ വരും. ആ വരുന്ന കാറ്റഗറിക്ക് നമ്മൾ ബിസിനസ് ഓളിയം ചെയ്തു പോകുമ്പോൾ പരമാവധി ഒരു ദിവസം 2000 രൂപ വരെ മാത്രമേ നമുക്ക് വരുമാനം തരത്തുള്ളൂ. നമുക്ക് വരുമാനം കൂട്ടണമെങ്കിൽ നമ്മുടെ കാറ്റഗറി അപ്ഗ്രേഡ് ചെയ്യണം. 5001 മുതൽ 8000 വരെയുള്ള റേഞ്ചിലുള്ള ഒരു ഉൽപ്പന്നം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 4000 രൂപ വരെ ഒരു ദിവസം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളായിട്ട് മാറും. 8001 മുതൽ 15000 വരെ റേഞ്ചിലുള്ള ഉൽപ്പന്നമാണ് നമ്മൾ വാങ്ങിയതെങ്കിൽ നമ്മുടെ വരുമാനം 8000 രൂപ വരെ നമുക്ക് നേടിയെടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. 15001 മുതൽ 30000 വരെ റേഞ്ചിലുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മൾ വാങ്ങിയതെങ്കിൽ 12000 രൂപ വരെയും വരുമാനം ആ ഒരു ദിവസം നേടിയെടുക്കുന്നതിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാ ദിവസവും 12000 രൂപ നമുക്ക് നേടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. 30001 മുതൽ 50000 റേഞ്ചിലുള്ള ഒരു ഉൽപ്പന്നമാണ് ഒരാൾ വാങ്ങിയതെങ്കിൽ 18000 രൂപ വരെയും ഒരു ദിവസം നേടിയെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. 50001 മുതൽ 80000 റേഞ്ചിലുള്ള ഉൽപ്പന്നമാണ് നമ്മൾ വാങ്ങിയതെങ്കിൽ നമുക്ക് 24000 രൂപ വരെയും ആ ദിവസം വരുമാനം നേടിയെടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഈ ബിസിനസ് പ്ലാൻ അനുസരിച്ചില്ല. 80001 മുതൽ 80001 മുതൽ 1,10,000 റേഞ്ചിലുള്ള ഉൽപ്പന്നമാണ് നമ്മൾ വാങ്ങിയതെങ്കിൽ 30000 രൂപ ഒരു ദിവസം നേടിയെടുക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി നമ്മളിലേക്ക് കിട്ടും. 1,10,001 മുതൽ 1.5 ലക്ഷം റേഞ്ചിലുള്ള ഉൽപ്പന്നമാണ് നമ്മൾ വാങ്ങിയതെങ്കിൽ 40,000 രൂപ ഒരു ദിവസം വരുമാനം കിട്ടുന്ന അവസ്ഥയിൽ നമുക്ക് മാറാൻ പറ്റും. 1,00,001 രൂപ മുതൽ മേലോട്ട് ഏത് ബില്ല് ചെയ്താലും നമുക്ക് 50,000 രൂപ പെർ ഡേ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ ഈ സിസ്റ്റത്തിൽ നമുക്ക് കിട്ടും. അത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ റാങ്കിംഗ് ആണ് ഈ സിസ്റ്റം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമുക്ക് ആവശ്യമായ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് വാങ്ങിയാൽ, ഒരു 2 വള വാങ്ങി, ഒരു മാല വാങ്ങി, ഒരു പാദസരം വാങ്ങി, 2 കമ്മല് വാങ്ങി, അപ്പൊ ഒരു ലേഡീസ് ആയ ആൾക്കാർ ഉപയോഗിക്കുന്ന തരത്തിൽ ഒരാൾക്ക് ആവശ്യമായ അത്യാവശ്യം കുറച്ച് ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 1.5 ലക്ഷം ഉൽപ്പന്നം നമുക്ക് വാങ്ങാൻ പറ്റും. ആ ഉൽപ്പന്നം കാലാകാലം നമുക്ക് ഉപയോഗിക്കാം. അതിൽ യാതൊരു തരത്തിലുള്ള ഡാമേജുകളോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് നമുക്ക് സ്വയം ബോധ്യപ്പെടാൻ ഇത്തരം കുറച്ച് ആഭരണങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. തീർച്ചയായും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വേണ്ടി കടന്നു വരുമ്പോൾ ഒരു 1.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യ ആണ് താനും. കാരണം 1.5 ലക്ഷം രൂപയ്ക്ക് തുടങ്ങാൻ പറ്റുന്ന എന്ത് ഓപ്പർച്യൂണിറ്റിയുടെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമുക്ക് തിരിച്ചറിഞ്ഞേ പറ്റും. 1.5 ലക്ഷം മുടക്കിയിട്ട് ചെയ്യാവുന്ന ഓപ്പർച്യൂണിറ്റി നിരവധിയുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടാൽ പോലും അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുന്ന രൂപത്തിൽ ഒരു ചെറിയ ജീവിതത്തിൽ പോകാനുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാമെന്നല്ലാതെ കാര്യമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണ്ടി പറയേണ്ടി വരും. പക്ഷേ ഫിയാവിൻ ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ പരിചയപ്പെടുത്തുന്നു. നമുക്ക് ആവശ്യമായ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഒരു 1.5 ലക്ഷം മുടക്കിക്കൊണ്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നാൽ ഒരു ദിവസം 50,000 രൂപ വരെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി സിസ്റ്റം നമുക്ക് ഒരുക്കി തരുന്നു. മനോഹരമായ ഒരു ആശയമാണത്. നമ്മൾ വന്നതിന് ശേഷം നമുക്ക് കൊടുക്കാനുള്ളത് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് കൊടുക്കാം. 3000 രൂപയോ 5000 രൂപയോ 8000 രൂപയോ 15000 രൂപയോ 30,000 രൂപയോ 50,000 രൂപയോ ഏതുമായിക്കോട്ടെ, ഏത് ഉൽപ്പന്നം വെച്ചാലും അതിന്റെ BV നമ്മുടെ അക്കൗണ്ടിൽ വരും. ആ BV ലെഫ്റ്റും റൈറ്റുമായിട്ട് ഈ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യും. നമുക്ക് 2 ഗ്രൂപ്പാണ് ഈ ബിസിനസ്സിൽ ഈ സിസ്റ്റം വച്ചിരിക്കുന്നത്. ഒന്ന് ലെഫ്റ്റ് ഗ്രൂപ്പ്, വേറൊന്ന് റൈറ്റ് ഗ്രൂപ്പ്. ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി വന്നു. നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണ് വാങ്ങിയത് അതിന്റെ ബിൽ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറിയിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ റാങ്കിങ്ങിൽ നമ്മൾ വരുന്നു. അപ്പോൾ ആ റാങ്കിലുള്ള വരുമാനം നമുക്ക് എല്ലാ ദിവസവും വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കുള്ളത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പരിചയക്കാരായ ആൾക്കാരിലേക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാം. എങ്ങനെ ഷെയർ ചെയ്യാം? അവരെ വിളിച്ചിട്ട് എന്താ പറയാ,
ഇടമറിയാത്ത രൂപത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കലല്ല വേണ്ടത്. അവരെ വിളിച്ചിട്ട് ഈ ഷോറൂമിലേക്ക് ഒന്ന് വന്നാൽ മതി. അവരെ വിളിച്ചിട്ട് നിങ്ങൾ വാങ്ങിയ പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അവരെ വിളിച്ചിട്ട് നിങ്ങൾ ഏറ്റവും അടുത്തുള്ള മൊബൈൽ ഫ്രാഞ്ചൈസിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അവരെ വിളിച്ചിട്ട് ഏറ്റവും അടുത്ത ഈ പ്രൊഡക്റ്റ് കാണാനുള്ള സംവിധാനം അവർക്ക് ഒരുക്കി കൊടുത്താൽ മതി. തീർച്ചയായും ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ, ഈ പ്രൊഡക്റ്റിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് നേരിട്ട് കണ്ട് വിശ്വസിക്കാൻ സാധിക്കും. ഇത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആരാന്ന് ചോദിച്ചാൽ ഏതൊരാൾക്കും പറ്റും. ഇതിൽ വലിയ വാക്ചാതുര്യയോ അല്ലെങ്കിൽ ഒരുപാട് ലീഡർഷിപ്പോ ഒരുപാട് കഥ പറയുന്ന അവസ്ഥയൊന്നും വേണ്ട. വളരെ സിമ്പിൾ ആയിട്ട് ഈ പ്രൊഡക്റ്റ് ആൾക്കാരോട് സംസാരിക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് ബിസിനസ് ചെയ്യാൻ മെനക്കെടുന്ന ഒരാളെ സംബന്ധിച്ച് വേണമെങ്കിൽ തീർച്ചയായും ഇതിലൂടെ കൈ നിറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു 1,00,000 രൂപ മുതൽ മേലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പാക്കേജ് എടുത്ത് വരിക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. എന്നാൽ ഒരാൾക്ക് അതിനൊന്നും പറ്റുന്നില്ല. അയാൾക്ക് അനുയോജ്യമായ ഒരു ജീവിത സാഹചര്യം ബിൽഡ് ചെയ്യാൻ ആവശ്യമായ 2,000 രൂപ ഒരു ദിവസം കിട്ടിയാൽ മതി എന്ന ചിന്തയിൽ വന്നാൽ അദ്ദേഹത്തിന് 5,000 റേഞ്ചിലുള്ള ഉൽപ്പന്നം വാങ്ങിയാലും മതി. 3,000 മുതൽ 5,000 രൂപ റേഞ്ചിലുള്ള ഒരു ഉൽപ്പന്നം വാങ്ങുക എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരനും കണ്ടുപിടിക്കാൻ പറ്റുന്ന സംഗതിയാണ്. തീർച്ചയായും കടം വാങ്ങിയിട്ടാണെങ്കിൽ പോലും ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളത് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു അവസ്ഥയാണ്. അതിലൂടെ അയാൾ മുന്നോട്ട് പോകുമ്പോൾ 2,000 രൂപ ഒരു ദിവസം കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ 60,000 രൂപ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അദ്ദേഹത്തിന് മുമ്പിൽ കിട്ടുന്നത്. ചിന്തിക്കണം, ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരാളുടെ നിലവിലുള്ള സാമ്പത്തിക നില അനുസരിച്ച്, നിലവിലുള്ള ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന് ഒരു മാസം കിട്ടാവുന്ന വരുമാനം ഒരു 10,000 അല്ലെങ്കിൽ 15,000 ഒക്കെ ആയിരിക്കും. അവിടെ നിന്ന് 60,000 രൂപ ഒരു മാസം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്താൻ ഒരു ഉൽപ്പന്നം വാങ്ങിയാൽ മതി എന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ തീർച്ചയായും അയാൾക്ക് ആവശ്യമുള്ള ഒരു ഉൽപ്പന്നമാണ് വാങ്ങുന്നത്, ഒരു ആഭരണമാണ് വാങ്ങുന്നത്. ആഭരണം ധരിക്കാൻ പറ്റുന്ന ഉൽപ്പന്നമാണ്. അയാൾ അത് ധരിച്ചുകൊണ്ട് അയാൾ പോകുന്ന പ്രൊഫഷൻ ഏതായിക്കോട്ടെ, ഏത് ജോലി ആയിക്കോട്ടെ, ആ ജോലിക്ക് പൊക്കോട്ടെ, ആ ഉൽപ്പന്നം കാണുക വഴി മറ്റുള്ളവർക്ക് ഈ ഉൽപ്പന്നം വേണമെന്ന ആവശ്യക്കാരായിട്ട് മാറുന്ന പ്രോസസ്സ് വരെയും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ സിസ്റ്റം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിന്റെ ഇൻകം സ്ട്രക്ചർ എന്താന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന്റെ ഇൻകം സ്ട്രക്ചർ എങ്ങനെയാണ്? ലെഫ്റ്റും റൈറ്റുമായിട്ടാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. ലെഫ്റ്റിൽ എത്ര ബിസിനസ് നടന്നു, റൈറ്റിൽ എത്ര ബിസിനസ് നടന്നു, അതിന്റെ ബേസിൽ നമുക്ക് ഇൻകം തരും. ഉദാഹരണം, നമ്മൾ ഈ സിസ്റ്റത്തിൽ വന്നു, നമ്മളൊരു 15,000 മുതൽ 30,000 റേഞ്ചിലുള്ള പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് വന്നത്. ആ റേഞ്ചിലുള്ള ഉൽപ്പന്നം എടുത്ത് വന്നു. നമുക്ക് 12,000 രൂപ വരുമാനം കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നിട്ടുണ്ട്. 7 ദിവസം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ സിസ്റ്റം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഈ സിസ്റ്റം നടക്കാൻ സാധ്യതയുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു കാര്യം ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾ ഉൽപ്പന്നം വന്നതിന് ശേഷം നിങ്ങളുടെ ഉൽപ്പന്നം 7 ദിവസം നിങ്ങളുടെ പരിചയക്കാരായ, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയ, നിങ്ങളുടെ ബന്ധുക്കളായ, നിങ്ങളുടെ അയൽവക്കായ കംപ്ലീറ്റ് ആൾക്കാരെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക. 7 ദിവസം എത്ര പേരെ കാണിച്ചു കൊടുക്കാൻ പറ്റും? ചിന്തിച്ചു നോക്കുക. പ്രത്യേകിച്ച് കൊറോണ സമയമാണ്. എന്നിട്ട് പോലും ഇൻഡിവിജ്വൽ ആയിട്ട് ഇറങ്ങി തിരിച്ചാൽ 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കാണിക്കാവുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 100, 200, 300 പേരെ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും. നമ്മുടെ കല്യാണത്തിനൊക്കെ ആൾക്കാരെ വിളിക്കാൻ വേണ്ടി ഒരു 7 ദിവസം കൊണ്ട് ഇറങ്ങി തിരിച്ചാൽ എത്ര പേര് നമുക്ക് കാണുന്നുണ്ട്? അതേ ആൾക്കാരെ കണ്ടാൽ മതി. നിങ്ങൾ വാങ്ങിയ ഉൽപ്പന്നം കൊണ്ടേ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പറയുക, വലിയൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, ഇതുപോലെ കുറച്ച് ഉൽപ്പന്നം വാങ്ങിയാൽ മതി, ഒരു ജ്വല്ലറി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പോകാം. ഈ 100, 200 ആൾക്കാരിൽ നിന്നും കുറച്ചു പേരെ വിളിച്ചിട്ട് നമ്മുടെ ജ്വല്ലറിയിലേക്ക് ഒന്ന് വന്നാൽ, അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള മൊബൈൽ ഫ്രാഞ്ചൈസിയിലേക്ക് ഒന്ന് പോയി പ്രൊഡക്റ്റുകൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുത്താൽ അവർ ആ ഉൽപ്പന്നം പരിശോധിക്കുകയും അവർക്ക് ആവശ്യമായ ഉൽപ്പന്നം വാങ്ങുകയും ചെയ്യും. അങ്ങനെ വാങ്ങുമ്പോൾ നമ്മൾ ലെഫ്റ്റിൽ എത്ര ബിസിനസ് വോളിയം നടന്നു, റൈറ്റിൽ എത്ര ബിസിനസ് വോളിയം നടന്നു, അത് ഓരോ ദിവസവും 12 മണിക്ക് സിസ്റ്റം കണക്കൂട്ടും. ലെഫ്റ്റിൽ 10 ബിസിനസ് വോളിയം നടന്നു, റൈറ്റിൽ 10 ബിസിനസ് വോളിയം നടന്നു. 10 ബിസിനസ് വോളിയം തമ്മിൽ മാച്ചായി. അതിന്റെ വരുമാനം ഇൻറ്റു 100 പ്രകാരം നമുക്ക് വരുമാനമായിട്ട് തരും. 10 ബിസിനസ് വോളിയം നടന്നു, ആ ഒരു ബിസിനസ് വോളിയം ഇൻറ്റു 100 നമുക്ക് വരുമാനമാണ്. 10 ബിസിനസ് വോളിയം എന്ന് പറയുമ്പോഴോ 10 × 10 1000 രൂപ വരുമാനം കിട്ടുന്ന അവസ്ഥയായി. അത് 100 BV വരുന്ന അവസ്ഥയാണെങ്കിലോ അവിടെ 10,000 രൂപ വരുമാനം കിട്ടുന്ന അവസ്ഥയായി. അത് 200 BV എന്ന അവസ്ഥയാണെങ്കിലോ 20,000 രൂപ വരുമാനം കിട്ടുന്ന അവസ്ഥയായി. അവിടെ 500 BV എന്ന അവസ്ഥയാണെങ്കിലോ നമുക്ക് അവിടെ 50,000 രൂപ കിട്ടുന്ന അവസ്ഥയായി. അവിടെ വരുമാനം ഏത് കിട്ടുന്നു, അത് എത്ര ബിസിനസ് ഓടി നടക്കുന്നതിന് ബേസ് ചെയ്ത് നമുക്ക് തരും. പക്ഷെ നമ്മുടെ സീലിംഗ് എമൗണ്ട് എത്രയാണോ അത്രയും വരുമാനമേ ഒരു ദിവസം തരുള്ളൂ എന്ന് മാത്രം, അതിൽ കൂടുതൽ തരില്ല. അപ്പോ ഒരു ദിവസം നമ്മൾ ലെവലിലെത്തി, അടുത്ത ദിവസം ആ ലെവലിലെത്തിയാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു ഉൽപ്പന്നം വാങ്ങി നമ്മുടെ പ്രൊഡക്റ്റിന്റെ റേഞ്ച് ഒന്ന് കൂട്ടിയെടുക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സീലിംഗ് പൊസിഷൻ കൂട്ടുക. കാരണം നമുക്ക് നല്ല ടീം വന്നിട്ടുണ്ട്. ഓരോ ആൾക്കാരും വളരെ ആക്റ്റീവായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വാങ്ങിയ ഉൽപ്പന്നം അവരുടെ പരിചയക്കാരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അവരുടെ സുഹൃത്തുക്കളെ വിളിച്ച് ഷോറൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ സിസ്റ്റത്തിൽ വളരെ മനോഹരമായ രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾക്ക് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കൂടുതൽ വരുമാനം കിട്ടാൻ പറ്റുന്ന പൊസിഷനിലേക്ക് ഒരു ഉൽപ്പന്നം വാങ്ങിക്കൊണ്ട് നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യുക. ഇതാണ് ഈ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം.
ഇവിടെ ഫസ്റ്റ് പേ ഔട്ടിന് മാത്രം ഒരു കണ്ടീഷൻ ഉണ്ടെന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് പേ ഔട്ടിന്റെ കണ്ടീഷൻ ഇതാണ്, ലെഫ്റ്റിൽ 3 BV, റൈറ്റിൽ 3 BV നടന്നാൽ 3 ജോഡി BV ആയി. അവിടെ 300 രൂപ നമുക്ക് പേയ്മെന്റ് റിലീസ് ആവേണ്ടതാണ്. പക്ഷെ ഫസ്റ്റ് പേ ഔട്ടിന് വേണ്ടി മാത്രം ഒരു 3 BVയുടെ എക്സ്ട്രാ വേണം. അതായത് ലെഫ്റ്റിൽ 6 BVയും റൈറ്റിൽ 3 BV ആണെങ്കിൽ ഫസ്റ്റ് പേ ഔട്ട് റിലീസ് ആവുമെന്നർത്ഥം. ലെഫ്റ്റിൽ 6 BVയും റൈറ്റിൽ 6 BVയും. അങ്ങനെ വന്നാലോ അവിടെ 3 BV റിലീസ് ആവും, 300 രൂപ റിലീസ് ആവും. റൈറ്റിലുള്ള 3 BV എക്സ്ട്രാ ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും, അടുത്ത ദിവസം ക്യാരി ഫോർവേഡ് ചെയ്യും. ഇവിടെ നഷ്ടങ്ങളൊന്നുമില്ല. മാച്ച് ആവുന്നതിന്റെ വരുമാനം തരും, മാച്ച് ആവാത്തത് നമുക്ക് അടുത്ത ദിവസം ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പൊ ഒരു ഉദാഹരണം, ഈ സിസ്റ്റത്തിൽ ഒരാൾ 8000 രൂപ റേഞ്ചിൽ ജോയിൻ ചെയ്തു. 2001 മുതൽ 15000 റേഞ്ചിൽ ഉൽപ്പന്നം വാങ്ങി അദ്ദേഹം ജോയിൻ ചെയ്തു. ആ ജോയിൻ ചെയ്തതിനു ശേഷം അദ്ദേഹം ലെഫ്റ്റിലും റൈറ്റിലും അദ്ദേഹം ബിസിനസ് ചെയ്യുകയാണ്. ലെഫ്റ്റിൽ ഒരു 800 BV ബിസിനസ് നടത്തി, റൈറ്റിൽ ഒരു 10 BV ബിസിനസ് നടന്നുള്ളൂ. അദ്ദേഹത്തിന് എത്ര വരുമാനം കിട്ടും? അവിടെ 800 ഒരു സൈഡിൽ കിടക്കുന്നുണ്ട്, 10 ഓപ്പോസിറ്റ് സൈഡിൽ വന്നു, 800ഉം 10ഉം തമ്മിൽ മാച്ചായി, 10 BVയുടെ മാച്ചിങ് നടന്നു, 1000 രൂപ റിലീസ് ആവും. ബാക്കി 790 BVയും അടുത്ത ദിവസം ക്യാരി ഫോർവേഡ് ചെയ്യും. ഒന്നും നഷ്ടപ്പെട്ടു പോവില്ല. 800 BV നടന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും അതൊക്കെ നടക്കുമോ? നടക്കാം. കാരണം നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു കല്യാണ പാർട്ടിനെയാണ്. ഒരു കല്യാണ പാർട്ടിയെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി സാധാരണ സ്വർണ്ണാഭരണം വാങ്ങുന്ന സമയത്ത് ലക്ഷങ്ങൾ മുടക്കണം. ഇങ്ങനെ ഒരു ആഭരണം വാങ്ങിച്ച് ആ കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടി കുറെ നാൾ കഴിഞ്ഞിട്ട് സംഭവിക്കുമ്പോഴത്തേക്കും ഒരുപക്ഷെ ആ സ്വർണം വിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം ഇന്ന് കല്യാണം കഴിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരെടുത്ത് നോക്കുമ്പോൾ 99% കുട്ടികൾക്കും ആ ആഭരണം ഒന്നും കാലകാലം ഉപയോഗിക്കാൻ പറ്റാറില്ല. ഒന്നുകിൽ ബാങ്കിൽ ലോക്കർ കൊണ്ടുവയ്ക്കും, അല്ലെങ്കിൽ പണയം വയ്ക്കും, അല്ലെങ്കിൽ വിൽക്കും, മറ്റുള്ള ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി ആൾക്കാർ ഉപയോഗിക്കും. എന്നാൽ ആഭരണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഫിയാബിന്റെ ഉൽപ്പന്നത്തിൽ ഉണ്ടെന്ന് മനസ്സിലായാൽ സ്വാഭാവികമായിട്ടും കല്യാണ പാർട്ടികൾ വരെയും ചിന്തിക്കും എന്തിനു വേണ്ടി പൈസ മുടക്കി വെറുതെ ആഭരണം വാങ്ങിച്ചു വെക്കണം, ആഭരണമായിട്ട് ഫിയാ ഗോൾഡ് വാങ്ങാം, കുട്ടിക്ക് കൊടുക്കേണ്ട അസറ്റ് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനമായിട്ടോ ഒരുപക്ഷെ കൊടുത്തേക്കാം, വേണ്ട ഗോൾഡ് കോയിൻ വാങ്ങിച്ചു കൊടുത്താൽ മതിയല്ലോ. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് സിസ്റ്റം ടോട്ടലി മാറുകയാണ്. ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറാൻ പോവുകയാണ്. കാരണം കാലാകാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഫിയാബിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെട്ട് വരേണ്ട താമസം മാത്രമാണ് ഇത് ട്രെൻഡായി മാറാനുള്ളൂ. ആ താമസത്തിലേക്കാണ് നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വലിപ്പം വരാൻ പോകുന്നത്. തീർച്ചയായും ആ വലിപ്പം തിരിച്ചറിഞ്ഞ നമ്മൾ ഈ സിസ്റ്റത്തിനെ സീരിയസ് ആയി ഏറ്റെടുത്താൽ ഈ സിസ്റ്റത്തിലൂടെ ഒരു ദിവസം 50,000 രൂപ വരുമാനം കിട്ടുന്ന അവസ്ഥയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളത് ഇതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ കാര്യമാണ്. സോ ഈ സിസ്റ്റത്തിൽ ഏറ്റവും മിനിമം ഒരു ദിവസം 2000 രൂപ സമ്പാദിക്കാൻ പറ്റുന്ന അവസരം, ഏറ്റവും മിനിമം 300 രൂപയാണ്. മാക്സിമം ഏറ്റവും ചെറിയ റാങ്കിൽ ജോയിൻ ചെയ്താൽ പോലും ഒരു ദിവസത്തിൽ മാക്സിമം 2000 രൂപ വരെ സമ്പാദിക്കാം. ഒരു സാധാരണക്കാരനെ അസാധാരണമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ വെറുതെ പറയുന്നതല്ല, സംഭവിക്കാൻ പോകുന്നതാണ്. പല പ്രാവശ്യം അദ്ദേഹത്തിന് വരുമാനം കിട്ടി. 30 ദിവസം 2000 രൂപ വെച്ച് അയാൾ വരുമാനം വാങ്ങിച്ചു. അതിൽ കൂടുതൽ അദ്ദേഹത്തിന് വരുമാനം വാങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ 60,000 രൂപ കിട്ടുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിൽ നിന്നും കുറച്ച് പൈസ ഉപയോഗിച്ചുകൊണ്ട് ഒരു 12,000 രൂപ റേഞ്ചിലേക്ക് അദ്ദേഹത്തിന് അപ്ഗ്രേഡ് ചെയ്യാം. ഒരു 15,000 മുതൽ 30,000 റേഞ്ചിലുള്ള ഒരു ഉൽപ്പന്നം വാങ്ങിയാൽ മതി. തീർച്ചയായും പൈസ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും നമ്മുടെ ആവശ്യങ്ങൾ കൂട്ടും. കൂടുതൽ ആഭരണം വാങ്ങണം എന്നൊക്കെ നമുക്ക് ചിന്തിക്കും. ആഭരണം വാങ്ങുമ്പോൾ ഫിയാ ഗോൾഡ് ആഭരണം വാങ്ങിയാൽ മതി എന്ന ചിന്തയിൽ നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്ഗ്രേഡേഷൻ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമേ അല്ല, ഒരു പ്രശ്നമേ അല്ല. അപ്ഗ്രേഡേഷൻ ഓട്ടോമാറ്റിക് സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് സിസ്റ്റം മാറുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ വരുമാനം 12,000 റേഞ്ചിലേക്ക് മാറിക്കഴിഞ്ഞു. നമുക്ക് പലപ്പോഴായിട്ട് 4,000, 6,000, 10,000 അങ്ങനെ വരുമാനം കിട്ടി 12,000 കിട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. 12,000 2, 3, 4 ദിവസം കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് 1,50,000 റേഞ്ചിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ട് നമുക്ക് നമ്മുടെ റേഞ്ച് ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് മാറ്റാൻ പറ്റും. സ്വാഭാവികമായിട്ടും നമ്മുടെ വരുമാനം 50,000 ഒരു ദിവസം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. കാരണം നമ്മുടെ ടീമിൽ വരുന്ന ഓരോ ആൾക്കാരും അവർ അവരുടെ 300 രൂപയ്ക്ക് വേണ്ടിയോ 2000 രൂപയ്ക്ക് വേണ്ടിയോ 8000 രൂപയ്ക്ക് വേണ്ടിയോ 10,000 രൂപയ്ക്ക് വേണ്ടിയോ വർക്ക് ചെയ്യുമ്പോൾ അതിനാവശ്യമായ സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ എന്ത് സപ്പോർട്ടാണ്? കൃത്യമായ ഈ പ്രൊഡക്റ്റ് എന്താണ് ഇൻഫർമേഷൻ മാത്രം നമുക്ക് കൊടുക്കാൻ, വേറെ ഒന്നുമില്ല. എന്താണ് പ്രൊഡക്റ്റ്? ആഭരണങ്ങൾ. ഒറ്റ വാക്കിൽ തീരുന്നു. എന്താണ് ഈ ആഭരണത്തിന്റെ പ്രത്യേകത? ഇത് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള അലർജി പ്രശ്നങ്ങളും ഇല്ലാത്ത, കളർ പോകാത്ത ആഭരണങ്ങളാണ് ഫിയാ ഗോൾഡ് മാർക്കറ്റ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഈ പ്രൊഡക്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ബൈ ഫോണിലൂടെ പോലും ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. തീർച്ചയായും അവർക്ക് ആവശ്യമായ ഒരു ഉൽപ്പന്നത്തിലേക്ക് അവിടെ എത്തുമ്പോൾ അവരുടെ ഇതിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറുകയാണ്.
അവർ ആ ഉൽപ്പന്നം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തീർച്ചയായും അവർക്ക് ബിസിനസ് കിട്ടുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരു ആഭരണത്തിന്റെയും ഡ്രസ്സിന്റെയും ഒക്കെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു പുതിയ ആഭരണമോ പുതിയ ഡ്രസ്സോ ധരിച്ചാൽ നമ്മുടെ പരിചയക്കാര ആൾക്കാർ തീർച്ചയായും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, ഇത് നിങ്ങൾ പുതിയൊരു ആഭരണം വാങ്ങിച്ചോ, അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചോ, ഓ പുതിയ ഷർട്ടാണല്ലോ, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റൈല് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ സ്റ്റൈല് മാത്രം മതി നമുക്ക് ബിസിനസ് ചെയ്യാൻ. ഈ സ്റ്റൈല് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ കാണിക്കാൻ പറ്റുന്ന നല്ലൊരു ഉൽപ്പന്നം വാങ്ങാനാണ് ഞാൻ അഡ്വൈസ് ചെയ്യുക. നല്ലൊരു മാലയോ നല്ലൊരു വളയോ നല്ലൊരു ചെയിനോ ഒക്കെ വാങ്ങിയിട്ടിട്ട് നിങ്ങൾ നടന്നാൽ മതി. ആ ഉൽപ്പന്നം കണ്ടുകൊണ്ട് ആൾക്കാർ അത് എനിക്ക് വേണമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും, തർക്കമില്ല. ഏത് പ്രൊഫഷൻ നിൽക്കുന്ന ആൾക്കാർക്കും ഇതിലേക്ക് കടന്നു വരാം. കാരണം എന്തുകൊണ്ടാ, എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് ആഭരണം എന്ന് പറയുന്നത്. ലേഡീസ് മാത്രമല്ല, ജെൻസും ഇന്ന് ആഭരണം ഉപയോഗിക്കുന്ന കാറ്റഗറിയിൽ ഒത്തിരി മുൻപന്തിയിലാണ്. നല്ല നല്ല കൈച്ചെന്നലിട്ട് എടുക്കുന്ന ഇഷ്ടംപോലെ സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല വളയിട്ട് നടക്കുന്ന സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല മോതിരങ്ങൾ ഇട്ടിരിക്കുന്ന നിരവധി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയുന്ന ഡിസൈനിൽ മോതിരം ഉണ്ടാക്കി കൊടുക്കാൻ വരെ നമ്മുടെ സിസ്റ്റം എക്യുപ്ഡ് ആണ്. സ്വാഭാവികമായിട്ടും ആഭരണം എന്ന ട്രെൻഡിൽ ഈ സിസ്റ്റത്തിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ്സാക്കാതിരിക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വിനീതമായ അഭ്യർത്ഥന. തീർച്ചയായും ഈ ഓപ്പർച്യൂണിറ്റി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നിരവധി അനവധി അവസരമാണ് ഈ സിസ്റ്റം ഒരുക്കി തന്നിരിക്കുന്നത്. നമ്മൾ ഉൽപ്പന്നം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഉൽപ്പന്നം മാത്രമല്ല, അവസരം മാത്രമല്ല, ഈ സിസ്റ്റത്തിലൂടെ സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡ് എന്നൊരു ഇൻകം ഓപ്പർച്യൂണിറ്റി സിസ്റ്റം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് അല്പം സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. എന്താണ് അവർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വന്നതുപോലെ നമ്മൾ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഓരോരുത്തരും നമ്മൾ സ്പോൺസർ ചെയ്യുന്നു. അതായത് ഓരോ ഉൽപ്പന്നങ്ങൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. അവർ വാങ്ങുന്ന ഉൽപ്പന്നം ഏതുമായിക്കോട്ടെ. നമ്മൾ ഉൽപ്പന്നം ഒരുപക്ഷെ വലിയ ഉൽപ്പന്നമായിരിക്കാം, അവർ വാങ്ങിയത് ചെറുതായിരിക്കാം. ഇതൊന്നും കമ്പനി നോക്കുന്നില്ല. കമ്പനി ആകെ നോക്കുന്നത് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഒരാളെ സ്പോൺസർ ചെയ്തോ റൈറ്റ് സൈഡിൽ ഒരാളെ സ്പോൺസർ ചെയ്തോ എന്ന് മാത്രമാണ്. ആ വന്ന രണ്ട് സുഹൃത്തുക്കളെയും ഒന്ന് ഹെൽപ്പ് ചെയ്തു, അവരുടെ ലെഫ്റ്റും റൈറ്റും കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളൊന്ന് സഹായിച്ചു. നിങ്ങൾ ഒരു സ്മാർട്ട് ലീഡർഷിപ്പിന് എലിജിബിൾ ആയി. അവിടെ കമ്പനിയുടെ ടോട്ടൽ മന്ത്ലി ടേൺ ഓവറിന്റെ 1% ഈ സിസ്റ്റം നമുക്ക് വേണ്ടി ഒരുക്കി തരികയാണ്. 1% ഓഫ് മന്ത്ലി ടേൺ ഓവർ ഹാസ് ബഡ്ജറ്റഡ് ഫോർ ദിസ് സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡ്. ഇത് ജ്വല്ലറി സെക്ടറിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ജ്വല്ലറി സെക്ടറിൽ നിൽക്കുന്ന കമ്പനിയുടെ ഡെയിലി ടേൺ ഓവർ എത്രയായിരിക്കാം എങ്കിൽ മാസ ടേൺ ഓവർ എത്രയായിരിക്കാം? കോടികൾ വരും. ഈ കോടികൾ ടേൺ ഓവർ നടക്കുന്ന ഈ സിസ്റ്റത്തിന്റെ 1% എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും. അത് ഈക്വൽ ആയിട്ട് ഈ ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റിന്റെ ഒരു ഷെയർ കിട്ടാനുള്ള അവസരം, ടോട്ടൽ പ്രോഫിറ്റിന്റെ ഷെയർ അല്ല, ടോട്ടൽ ടേൺ ഓവറിന്റെ ഷെയർ അത് കിട്ടാനുള്ള അവസരം ഈ സിസ്റ്റം നമുക്ക് ഒരുക്കി തരുന്നു. എല്ലാ മാസവും 12 മാസം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാനുള്ള ഒരു അവസരമാണ് സിസ്റ്റം സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡിലൂടെ എത്തിച്ചേരുന്നത്. അതിനുള്ള കണ്ടീഷനോ വളരെ സിമ്പിൾ. ഒരുപക്ഷെ ഈ സിസ്റ്റത്തിൽ വന്നിട്ട് ഒരുപാട് വലിയ കണ്ടീഷനിലൂടെയാണ് ഈ വരുമാനം നേടാനുള്ള അവസരം തന്നെ പലർക്കും ഏൺ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇതിൽ ആർക്ക് വേണമെങ്കിലും ഏൺ ചെയ്യാം. നമ്മൾ വന്നു, ലെഫ്റ്റും റൈറ്റും ഓരോരുത്തരെ സ്പോൺസർ ചെയ്യുന്നു, അവരെ ലെഫ്റ്റും റൈറ്റും ഫില്ല് ചെയ്യുന്നു. അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ലെഫ്റ്റും റൈറ്റും വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ ലെഫ്റ്റിൽ ഒരു 5 പേരെ സ്പോൺസർ ചെയ്തു, റൈറ്റിൽ 5 പേരെ സ്പോൺസർ ചെയ്തു. അതിൽ ലെഫ്റ്റിൽ നിൽക്കുന്ന 4ാമത്തെ ആളാണ് അവരുടെ ലെഫ്റ്റും റൈറ്റും ഫില്ല് ചെയ്തത്. റൈറ്റിൽ നിൽക്കുന്ന 5ാമത്തെ ആളാണ് ലെഫ്റ്റും റൈറ്റും ഫില്ല് ചെയ്തത്. നോ പ്രോബ്ലം. എന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരാളും റൈറ്റ് സൈഡിൽ ഒരാളുണ്ട്, അദ്ദേഹത്തിന് ലെഫ്റ്റും റൈറ്റും ആയി, ഞാൻ സ്മാർട്ട് ലീഡർഷിപ്പിന് എലിജിബിൾ ആയി. സോ ഈ സിസ്റ്റം വളരെ പവർഫുൾ ആണ്. പക്ഷെ ഈ വരുമാനം സ്ഥിരമായിട്ട് കിട്ടാൻ, ഈ മാസം ഞാൻ വിൻ ചെയ്തു, ഈ മാസം എനിക്ക് വരുമാനം കിട്ടും, അടുത്ത മാസം കിട്ടണമെങ്കിൽ മിനിമം ആ ഒരു മാസത്തിൽ 300 രൂപയെങ്കിലും ഈ സിസ്റ്റത്തിലൂടെ ഒരു പേയ്മെന്റ് നമ്മൾ എടുത്തിട്ടുണ്ടാവണം. 300 രൂപയെങ്കിലും ഒരു പേയ്മെന്റ് എടുത്താൽ മതി. ചിന്തിച്ചാൽ വളരെ രസകരമായ പ്ലാനാണത്. 300 രൂപയ്ക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ 2 പ്രൊഡക്റ്റ് ലെഫ്റ്റും റൈറ്റും ഓരോന്ന് കൊടുത്താൽ മതി. ഇനി കൂടുതൽ ബിസിനസ് വോളിയൊക്കെ ചിലപ്പോൾ നടക്കാം. കാരണം ബിസിനസ് വോളിയം അധികമുള്ളത് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സിസ്റ്റമാണ് ഈ സിസ്റ്റം മുന്നോട്ട് വെക്കുന്നത്. ഒരു 1000 ബിസിനസ് വോളിയം ഒരു ദിവസം ഒരു സൈഡിൽ നടന്നു, ഓപ്പോസിറ്റ് സൈഡിൽ 300 ബിസിനസ് വോളിയം നടന്നു. 300 ബിസിനസ് വോളിയം മാച്ച് ആയി അതിന്റെ വരുമാനം റിലീസ് ചെയ്തു, ബാക്കി 700 ക്യാരി ഫോർവേഡ് ചെയ്യും. അങ്ങനെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 300 വരുമാനം ഉണ്ടാക്കാൻ എവിടെയാണോ വരുമാനം കിട്ടാൻ വേണ്ടി ഒരു ബിസിനസ് ചെയ്യേണ്ടത് അവിടെ ഒരു ബിസിനസ് ചെയ്താൽ മതി, അവിടെ 300 പേയ്മെന്റ് റിലീസ് ആവും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ, വളരെ അട്രാക്റ്റീവ് ആണ്. ഒരു സ്ഥിര വരുമാനം കിട്ടാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഈ സിസ്റ്റത്തിൽ ഒരാളുടെ മുമ്പിൽ വെക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ, സാമൂഹ്യ സാഹചര്യത്തിൽ ഈ വരുമാനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം സ്ഥിര വരുമാനം ഇല്ലാത്ത ആൾക്കാരുടെ എണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല ജോബ് ഓപ്പർച്യൂണിറ്റിയിലും ഇനിയൊരു അവസരം എന്തെന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഒരു സ്ഥിര വരുമാനം കിട്ടാൻ പറ്റുന്ന വളരെ മനോഹരമായ, വളരെ സിമ്പിൾ ക്രൈറ്റീരിയയിലൂടെ ഒരു അവസരം ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൽ കൂടുതൽ ഒരു സംഗതി, ഇതൊരു ക്ലസ്റ്റർ ആയിട്ടാണ് കമ്പനി കണക്കാക്കുന്നത്. ലെഫ്റ്റും റൈറ്റും ഓരോരുത്തർ കൊണ്ടുവന്ന് അവരുടെ ലെഫ്റ്റും റൈറ്റും കൂട്ടാനുള്ള ഒരു ക്ലസ്റ്റർ ആണ്.
ഇത്തരത്തിലുള്ള എത്ര ക്ലസ്റ്ററിനെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഞാൻ വന്നു, ഞാൻ ലെഫ്റ്റിൽ ഒരു 10 പേരെ സ്പോൺസർ ചെയ്തു, റൈറ്റിൽ ഒരു 10 പേരെ സ്പോൺസർ ചെയ്തു. ഈ 10 പേരുടെയും ലെഫ്റ്റും റൈറ്റും ബിൽഡ് ചെയ്യാൻ ഞാൻ സഹായിച്ചു. സംഭവിക്കുന്ന എന്താണ്? 10 ക്ലസ്റ്ററായി അത്. ഓരോ ക്ലസ്റ്ററും ഓരോ സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡിന്റെ എലിജിബിലിറ്റിയാണ്. അപ്പോൾ 10 ക്ലസ്റ്റർ എനിക്ക് ഉണ്ടെങ്കിൽ 10 ക്ലസ്റ്ററിലൂടെയും എനിക്ക് സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡ് നേടിയെടുക്കാം. അതിന്റെ കണ്ടീഷൻ, ഇപ്പൊ ഞാൻ ആദ്യത്തെ മാസം ഒരു ക്ലസ്റ്റർ ഫോം ചെയ്തു, അടുത്ത മാസം അടുത്ത ക്ലസ്റ്റർ ഫോം ചെയ്തു, അടുത്ത മാസം, അങ്ങനെ 10 മാസം കൊണ്ടാണ് ഞാൻ വിൻ ചെയ്തെന്ന് വിചാരിക്കുക. ആദ്യത്തെ മാസത്ത് പിറ്റേ മാസം പോലെ എനിക്ക് വരുമാനം സ്റ്റാർട്ട് ആവും. രണ്ടാമത്തെ മാസം ഇതിപ്പോ 2 ക്ലസ്റ്ററായി, അപ്പൊ രണ്ട് ഇൻകം കിട്ടുന്ന അവസ്ഥയായി. മൂന്നാമത്തെ മാസം വന്നപ്പോ 3 ക്ലസ്റ്ററായി, 3 ഇൻകം കിട്ടുന്ന അവസ്ഥയായി. ഓരോന്നും 12 മാസം കണ്ടിന്യൂ കിട്ടും. കണ്ടീഷൻ അവിടെയും ഉണ്ട്. ഓരോ ക്ലസ്റ്ററിനും മിനിമം 300 രൂപ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പം 5 ക്ലസ്റ്റർ വിൻ ചെയ്ത ഒരാളാണെങ്കിൽ 300 രൂപ വീതം, ഏറ്റവും മിനിമം 300 രൂപ വീതം 5 ദിവസം പേ ഔട്ട് എടുത്തിട്ടുണ്ടാവണം. അത് 5 വരുമാനം മാസത്തിൽ വാങ്ങിച്ചാൽ മതി എന്നർത്ഥം. ആ 5 ക്ലസ്റ്ററും അയാൾക്ക് കിട്ടും. കൈ നിറച്ച് പൈസ കിട്ടാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണ് സിസ്റ്റം ഇത്തരത്തിലൊരു മിനിമം വരുമാനം വാങ്ങുന്ന ഒരാൾക്ക് ഇത് കൊടുക്കുള്ളൂ എന്ന് പറയാൻ കാരണം ചോദിച്ചാൽ, ഇത് ബുദ്ധിമാന്മാർ ഉപയോഗിക്കാൻ സാധ്യതയുള്ള സബ്ജക്റ്റുമാണ്. കാരണം ഇപ്പോ ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്ന കാര്യം, ഞാൻ സ്റ്റാർട്ട് ചെയ്തു, എന്റെ വൈഫിനെ സ്പോൺസർ ചെയ്തു, എന്റെ വാപ്പിനെ സ്പോൺസർ ചെയ്തു, ഉമ്മേനെ സ്പോൺസർ ചെയ്തു, പെങ്ങളെ സ്പോൺസർ ചെയ്തു. അങ്ങനെ എന്റെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സ്ട്രക്ചർ ഉണ്ടാക്കി. നിസ്സാര പൈസ മുടക്കാൻ മതിയല്ലോ. ഒരു 3000 രൂപ 3500 മുടക്കി കഴിഞ്ഞാൽ സ്ട്രക്ചർ ഉണ്ടാക്കാം. സ്വാഭാവികമായിട്ടും 7 ഐഡിയ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 21,000 രൂപ മുടക്കിയാൽ മതി. ഒരു 5000 രൂപ 6000 രൂപ റേഞ്ചിൽ സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡ് കിട്ടുമെന്ന സാഹചര്യം ഞാൻ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 12 മാസം എനിക്കത് കിട്ടുമ്പോഴത്തേക്കും എന്റെ വരുമാനം അത്രയും. ഇത്തരം ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരെ ഒഴിവാക്കണം. ഇതാണ് കമ്പനി പറയുന്ന കാര്യം. ആക്റ്റീവായി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വരുമാനം കിട്ടണം. ഇതാണ് കമ്പനി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം. പക്ഷെ ഈ ആശയം വളരെ പവർഫുൾ ആണ്. സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആശയമാണ് സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡ്. ഇത് കൂടാതെ നമുക്ക് ജനറേഷൻ ബോണസ് എന്ന് പറഞ്ഞിട്ട് ഇൻകം കമ്പനി തരുന്നുണ്ട്. അത് കൃത്യമായിട്ട് സിസ്റ്റം ബിൽഡ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഇൻകം ആണ്. അതിന് ലെഫ്റ്റും റൈറ്റും വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. വൺ സൈഡ് പോയാലും മതി. നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരുപാട് കേട്ടൊരു കാര്യമാണ്, ഞാൻ ഈ ബിസിനസ്സിൽ വന്നു, എന്റെ ഒരു സൈഡിൽ കുറേ ആൾക്കാരുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ ഒന്നും നടക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് വരുമാനമൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാർ അനവധി കമ്പനിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ സിസ്റ്റത്തിൽ അങ്ങനെ വൺ സൈഡ് പോയാൽ പോലും നമുക്ക് വരുമാനം കിട്ടാവുന്ന സാഹചര്യമാണ് ജനറേഷൻ ബോണസിലൂടെ സിസ്റ്റം ഒരുക്കി വെച്ചിരിക്കുന്നത്. വലിയ സാധ്യതയുള്ള സബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരാണ് ഫസ്റ്റ് ജനറേഷൻ. അപ്പൊ ഞാൻ ഈ സിസ്റ്റത്തിൽ വന്നു, ഞാൻ ഒരാളെ സ്പോൺസർ ചെയ്തു, ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം വളരെ ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് ബിൽഡ് ചെയ്ത് പോയി. അദ്ദേഹം ഓരോ ദിവസവും വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും 50,000 രൂപ വരുമാനം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് അയാൾ എത്തിയാൽ അതിന്റെ 1% എനിക്കുള്ളതാണ്. ഒരു മാസം 15 ലക്ഷം കിട്ടുമ്പോൾ 15 ലക്ഷം 1% എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി എന്റെ വരുമാനം എത്രയാണ്. ഞാൻ ആകെ ചെയ്തെന്താ, ഈ സിസ്റ്റം മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ വിളിച്ചു ഷോറൂമിൽ കൊണ്ടുപോയി ഈ പ്രൊഡക്റ്റ് ഒന്ന് മനസ്സിലാക്കി കൊടുത്തു. അത്ര ഞാൻ ചെയ്തു. പക്ഷെ വേറൊരാളെ കൊണ്ടുപോകാനോ അയാളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഈ ഒരൊറ്റ ആളിൽ എന്റെ സ്പോൺസർഷിപ്പ് ഒതുങ്ങിപ്പോയി. പക്ഷെ അതുകൊണ്ട് മാത്രം എനിക്ക് എല്ലാ മാസത്തിലും ഒരു സ്ഥിര വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥ ജനറേഷൻ ബോണസിൽ കാണാൻ പറ്റും. എന്തുകൊണ്ട്? ഞാൻ സ്പോൺസർ ചെയ്ത ആൾ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒറ്റ കാരണം കൊണ്ട്. സോ ഈ സിസ്റ്റത്തിൽ ഞാൻ കൂടുതൽ ആൾക്കാരെ സ്പോൺസർ ചെയ്താൽ അവരെല്ലാം എന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ്. ഞാനൊരു 10 പേരെ സ്പോൺസർ ചെയ്തു. 10 പേരും ഓരോ ദിവസവും 50,000 വെച്ച് വാങ്ങുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ 10 പേരിൽ നിന്ന് കിട്ടുന്ന ജനറേഷൻ ഇൻകം മാത്രം എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക. 1%. 10 പേരെ സ്പോൺസർ ചെയ്താൽ ഈ സിസ്റ്റത്തിൽ നമുക്ക് 4 ജനറേഷൻ ഇൻകം കിട്ടും. കാരണം ഞാൻ സ്പോൺസർ ചെയ്ത ആൾക്കാരാണ് എന്റെ ഫസ്റ്റ് ജനറേഷൻ, അവർ സ്പോൺസർ ചെയ്യുന്ന എന്റെ സെക്കൻഡ് ജനറേഷൻ ആണ്, സെക്കൻഡ് ലെവലാണ്. അപ്പൊ ഞാൻ 10 പേരെ സ്പോൺസർ ചെയ്തു, ഓരോരുത്തരും 20 പേരെ സ്പോൺസർ ചെയ്താൽ സെക്കൻഡ് ലെവലിൽ 20 പേരെ നമുക്ക് കാണാൻ സാധിക്കും. ആ 20 പേര് 20 പേരെ സ്പോൺസർ ചെയ്താലോ തേർഡ് ലെവലിൽ എനിക്ക് 40 പേരെ കാണാൻ സാധിക്കും. ആ 40 പേര് 20 പേരെ സ്പോൺസർ ചെയ്താൽ എന്റെ ഫോർത്ത് ലെവലിൽ കിട്ടുന്ന 80 പേരാണ്. ഈ 80 പേരും ഈ സിസ്റ്റത്തിൽ 50,000 രൂപ വെച്ച് വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി എന്ന് വിചാരിക്കുക. എങ്കിൽ ആ സെക്കൻഡ് 80 പേരിൽ നിന്ന് 4% വെച്ച് എനിക്ക് കിട്ടും, 40 പേരിൽ നിന്ന് 3% വെച്ച് എനിക്ക് കിട്ടും, 20 പേരിൽ നിന്ന് 2% വെച്ച് കിട്ടും. എന്റെ ഫസ്റ്റ് ലെവലിൽ നിന്ന് എനിക്ക് 1% വീതം കിട്ടും. ജനറേഷൻ ഇൻകം മാത്രം എത്ര എമൗണ്ട്? ഒരു ലിമിറ്റും ഇല്ല അതിനൊന്നും, എത്ര വേണം ചെയ്യാം. ഈ 10 പേരെ ഞാൻ സ്പോൺസർ ചെയ്ത് ഒരു സൈഡിലാന്ന് വിചാരിക്കാം, 2 സൈഡിലും സ്പോൺസർ ചെയ്യില്ല, ഒരു സൈഡിൽ മാത്രമാണ് സ്പോൺസർ ചെയ്തുള്ളൂ, എന്നാലും കിട്ടും. കാരണം ഈ 10 പേരെ ഞാൻ ഒരു സൈഡിലേക്കാണ് സ്പോൺസർ ചെയ്തു. ഈ 10 പേരും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണ ഒരു നിർബന്ധമില്ല, അതിൽ ഒരാൾ വർക്ക് ചെയ്താൽ മതി. ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ സ്പോൺസർഷിപ്പ് എന്റെ സെക്കൻഡ് ലെവലാണ്, അവരുടെ സ്പോൺസർഷിപ്പ് എന്റെ തേർഡ് ലെവലാണ്, അവരുടെ സ്പോൺസർഷിപ്പ് എനിക്ക് ഫോർത്ത് ലെവലാണ്. ആ ഫോർത്ത് ലെവലിലൂടെ കിട്ടുന്ന ഇൻകം എനിക്ക് കിട്ടും, തേർഡ് ലെവലിലൂടെ കിട്ടുന്ന ഇൻകം കിട്ടും, സെക്കൻഡ് ലെവലിൽ ഇൻകം കിട്ടും, ഫസ്റ്റ് ലെവലിൽ ഇൻകം കിട്ടും. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ ആണ് ജനറേഷൻ ബോണസിലൂടെ സിസ്റ്റം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ലെവലിൽ ഇൻകം കിട്ടണമെങ്കിൽ ഒരാളെങ്കിലും സ്പോൺസർ ഉണ്ടാവണം. കണ്ടീഷൻ അതാണ്.
സെക്കൻഡ് ലെവൽ എങ്കിൽ കിട്ടണമെങ്കിൽ 1+1, ഒരാളെ നമ്മൾ ഓൾറെഡി സ്പോൺസർ ചെയ്തിട്ടുണ്ട്, അതിന്റെ കൂടെ ഒരാളോട് സ്പോൺസർ ചെയ്യുക, രണ്ടുപേരെ നമ്മൾ സ്പോൺസർ ചെയ്യണം. അത് ലെഫ്റ്റിലോ റൈറ്റിലോ കണ്ടീഷൻസ് ഇല്ല, രണ്ടുപേരെ സ്പോൺസർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. തേർഡ് ലെവൽ ഇൻകം കിട്ടണമെങ്കിൽ നമ്മൾ 4 പേരെ സ്പോൺസർ ഉണ്ടാവണം. എങ്ങനെ? 2 പേരെ ഓൾറെഡി സ്പോൺസർ ചെയ്തിട്ടുണ്ട്, അതിന്റെ കൂടെ 2 പേരുടെ സ്പോൺസർ ചെയ്താൽ മതി, 4 പേരെ മൊത്തം സ്പോൺസർ ചെയ്താൽ മതി. അത് ലെഫ്റ്റിലോ റൈറ്റിലോ എവിടെ ഉള്ളാവാം. ഒരു സൈഡ് ആയെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവുമില്ല, സ്പോൺസർഷിപ്പ് ഉണ്ടാവണമെന്ന് മാത്രം. ഇനി 4th ജനറേഷൻ ഇൻകം കിട്ടണമെങ്കിൽ ഞാൻ 4+4 8 പേരെ സ്പോൺസർ ഉണ്ടാവണം. അപ്പോ ഈ സിസ്റ്റത്തിൽ വന്ന ഒരാൾ 8 പേരെ ഈ സിസ്റ്റത്തിൽ പരിചയപ്പെടുത്തുകയും ആ 8 പേരിൽ ഏതെങ്കിലും ഒരാൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന അവസ്ഥ വന്നാൽ പോലും ഈ ബിസിനസ്സിലൂടെ ജീവിതകാലം മുഴുവൻ വരുമാനം കിട്ടുന്ന ഒരാളായിട്ട് അയാൾ മാറിയിട്ടുണ്ടാവും. ഈ സിസ്റ്റം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സിസ്റ്റത്തിന്റെ ജനറേഷൻ ബോണസ് പ്ലാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. സോ അടുത്ത ഇൻകം ഓപ്പർച്യൂണിറ്റി റീപർച്ചേസ് ഇൻകം ആണ്. റീപർച്ചേസിംഗ് എന്ന് പറയുന്നത് fiatcart.in എന്ന സൈറ്റിലൂടെയാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും കിട്ടാവുന്ന ഒരു ബിസിനസ് ആശയം. ഫ്ലാറ്റ് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, വില്ലി ആയിക്കോട്ടെ, ഫിയാഗോട്ടിന്റെ ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, ഏത് ഉൽപ്പന്നം കിട്ടാവുന്ന സംഭവം. ഇന്നോവേറ്റീവായ പല ആശയങ്ങളും ഇതിലേക്ക് സിസ്റ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വരുമാനം തരും. അത് നമ്മൾ വാങ്ങും. അത് വാങ്ങാനുള്ള പണം എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് വരുമാനമായി കിട്ടും. എസ്പെഷ്യലി ജനറേഷൻ ഇൻകം നമുക്ക് തരുമ്പോൾ 50% നമുക്ക് തരുന്ന വരുമാനം. ബാക്കി 50% അത് നമ്മുടെ അക്കൗണ്ടിൽ തരുന്ന വരുമാനമാണ്. 1 ലക്ഷം രൂപ ജനറേഷൻ ബോണസ് ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപയുടെ 50,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് തരും. ബാക്കി 50,000 രൂപ കമ്പനി ഫിയ കോയിൻ എന്ന പേരിൽ ഒരു കറൻസി ആയിട്ട് കമ്പനിയുടെ ഒരു വാലറ്റിൽ സൂക്ഷിക്കും. ഈ വാലറ്റിലുള്ള ഈ എമൗണ്ട് അത് ഇന്ത്യൻ റുപ്പീസ് തന്നെയാണ്. ഇന്ത്യൻ റുപ്പീസിന് മൂല്യമുള്ള വസ്തു തന്നെയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള പർച്ചേസിന് നമുക്ക് ഈ എമൗണ്ട് ഉപയോഗിക്കാം. സോ എന്റെ അക്കൗണ്ടിൽ ഈ മാസം 50,000 രൂപയുണ്ട്. എനിക്ക് 50,000 രൂപയുടെ കാര്യങ്ങൾ ഇവിടെ നടത്താം. പക്ഷെ ഞാൻ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ വില വരും. എനിക്ക് ആ 1.5 ലക്ഷം രൂപയുടെ സാധനം വാങ്ങണമെന്ന് എന്റെ അക്കൗണ്ടിൽ 50,000 രൂപയുള്ളൂ. എന്റെ പരിചയത്തിലുള്ള എന്റെ ടീം മെമ്പേഴ്സിനോടോ എന്റെ അപ്ലൈൻ കാറ്റഗറിനോട് ചോദിച്ചുകൊണ്ട് അവരിൽ നിന്നും എനിക്ക് ഈ ഫിയ കോയിൻസ് എനിക്ക് കടം വാങ്ങാം. സോ എനിക്ക് 1.5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ഈ 1.5 ലക്ഷം ആവശ്യം നടത്താൻ പലരും ഞാൻ കടം വാങ്ങി 1.5 ലക്ഷം രൂപയുടെ ആവശ്യം ഞാൻ നടത്തി. അവിടെ ഒരു ടേൺ ഓവർ നടക്കുന്നുണ്ട്. ആ ടേൺ ഓവർ ബേസ് ചെയ്ത് റീപർച്ചേസ് ഇൻകം സിസ്റ്റം കൊടുക്കും. എങ്ങനെ? 12 ലെവലിൽ കൊടുക്കും. അതിലൂടെ കമ്പനി കിട്ടുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിന്റെ 1% എന്റെ സ്പോൺസറായി നിൽക്കുന്ന വ്യക്തിക്ക് കൊടുക്കും. ഞാനാണ് ആ പ്രൊഡക്റ്റ് വാങ്ങിയതെങ്കിൽ ആ ഉൽപ്പന്നം വാങ്ങിയപ്പോൾ നടത്തിയ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റിൽ 1% എന്റെ സ്പോൺസർ കൊടുക്കും. ബാക്കി ശതമാനം മൊത്തം 11 ലെവലിലേക്ക് കൊടുക്കും. അങ്ങനെ 12 ലെവലിലാണ് റീപർച്ചേസ് ഇൻകം കൊടുക്കുന്നത്. എന്താണ് ലെവൽ എന്ന് ചോദിച്ചാൽ എന്റെ സ്പോൺസർ എന്റെ ഫസ്റ്റ് ലെവൽ ആയിരിക്കും. മേളിലേക്ക് നോക്കുമ്പോൾ അവരുടെ സ്പോൺസർ, അദ്ദേഹത്തിന്റെ സ്പോൺസർ, അദ്ദേഹത്തിന്റെ സ്പോൺസർ, അങ്ങനെ 12 ലെവൽ വരെയും ഏറ്റവും ടോപ്പിലേക്ക് ഇൻകം കൊടുക്കുന്നു. ഒരു പെർസെന്റേജ് കൊടുക്കുന്നത് സ്പോൺസർക്കാണ്. സോ നമ്മൾ ഈ സിസ്റ്റം ചിന്തിച്ചാൽ നമ്മൾ ഒരു ടീമിനെ ഉണ്ടാക്കി ആ ടീം 12 ലെവലിൽ പോയി 12ാമത്തെ ലെവലിൽ നിൽക്കുന്ന ഒരാൾ ഒരു ഉൽപ്പന്നം വാങ്ങിയാൽ അതിന്റെ വരുമാനം നമുക്ക് കിട്ടുമെന്നർത്ഥം. അപ്പോൾ 12ാമത്തെ ലെവലിൽ എത്ര പേരുണ്ടാകാം? ലക്ഷക്കണക്കിന് ആൾക്കാർ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈ സിസ്റ്റത്തിൽ സ്പോൺസർഷിപ്പ് എണ്ണം എന്ന് പറയുന്നത് ഓരോരുത്തരും ഒരിക്കലും 2ൽ ഒതുക്കില്ല. എനിക്ക് 100% ഉറപ്പാണ്. കാരണം നമ്മുടെ പരിചയക്കാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കളായ ആൾക്കാർക്ക് എല്ലാം ഫിയാഗോൾഡിന്റെ ഉൽപ്പന്നം ആവശ്യമുണ്ട്. നമ്മൾ ഈ ഉൽപ്പന്നം വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആ ഉൽപ്പന്നം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഇവരെല്ലാം ഇത് കാണുകയും പരിചയപ്പെടുകയും അവർക്കും ഈ ഉൽപ്പന്നം വേണമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരികയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആൾക്കാരെല്ലാം നമുക്ക് ഡയറക്റ്റ് സ്പോൺസർ ചെയ്യാൻ സാധിക്കും. ആ സ്പോൺസർഷിപ്പിലൂടെ നമ്മുടെ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും തേർഡ് ലെവലിലും എണ്ണം കൂട്ടിയെടുക്കാൻ സാധിക്കും. സോ 12 ലെവലിൽ എത്തുമ്പോഴത്തേക്കും 10,000 ആൾക്കാർ 12 ലെവൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇവരെല്ലാം എന്തെങ്കിലും ഉൽപ്പന്നം വാങ്ങിയാൽ അതിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും റീപർച്ചേസ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള വരുമാനം കിട്ടുന്ന ഒരു ഇൻകമാണ്. ബൈനറി ഇൻകത്തിൽ 50,000 രൂപ പെർ ഡേ സീലിംഗ് ആണെങ്കിൽ ജനറേഷൻ ഇൻകത്തിലോ റീപർച്ചേസ് ബോണത്തിലോ പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻസും ഇല്ല. ജനറേഷൻ ഇൻകം മാത്രം നമുക്ക് തരുമ്പോൾ പകുതി തരുള്ളൂ എന്ന് മാത്രം. എന്നാൽ റീപർച്ചേസ് ഇൻകം 100% നമ്മുടെ വാലറ്റിലേക്ക് നമുക്ക് ഇൻകം ആയിട്ട് തരും. ഓരോ ഇൻകം തരുന്നതും ഡെയിലി ആണ്. എന്നാൽ റീപർച്ചേസ് ഇൻകവും ജനറേഷൻ ഇൻകവും മന്ത്ലി ആണ്. സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസും മന്ത്ലി ആണ്. വരുമാനം തരുന്ന സമയത്ത് അതിൽ 10% അഡ്മിനിസ്ട്രേഷൻ ചാർജ് ആയിട്ട് കട്ട് ചെയ്യും. TDS 3.75% കട്ട് ചെയ്യും. ബാലൻസ് എമൗണ്ട് ആണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. അത് കൃത്യമായിട്ട് എന്ന് ബിസിനസ് ചെയ്യുന്നുണ്ടോ പിറ്റേ ദിവസം നമ്മുടെ അക്കൗണ്ടിൽ വരും. എല്ലാ മാസവും ക്ലോസ് ചെയ്ത് ആ മാസം കിട്ടുന്ന വരുമാനം പിറ്റേ ദിവസം നമ്മുടെ അക്കൗണ്ടിൽ തരും. കൃത്യമായ ഒരു പ്രൊസീജിയർ അതിനുവേണ്ടി കമ്പനി ഒരുക്കി കഴിഞ്ഞു. ഇത് കൂടാതെ ലീഡർഷിപ്പ് റാങ്കുകൾ, അതിന്റെ ക്രൈറ്റീരിയകൾ ഇതും കമ്പനി ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മിനിമം ഉള്ള ലീഡർഷിപ്പ് റാങ്ക് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ടർ എന്നൊരു റാങ്ക് ആണ്.
ഈ റാങ്ക് ക്വാളിഫൈ ആണെങ്കിൽ ലെഫ്റ്റിൽ 100 BVയും റൈറ്റിൽ 100 BVയും ഈ സിസ്റ്റത്തിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ ഒരു 10,000 രൂപ വരുമാനം വാങ്ങിച്ച ഒരാൾ എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ടറായി മാറുമെന്നർത്ഥം. എത്ര മനോഹരമായിട്ട് ആശിലേക്ക് 10,000 രൂപ വരുമാനം വാങ്ങാന്നുള്ളത് തീർച്ചയായും അദ്ദേഹം ഈ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കിയ ആൾ തന്നെയായിരിക്കും. അങ്ങനത്തെ എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ടർ 2 പേരെ, ഒരാൾ ലെഫ്റ്റിലെയും ഒരു റൈറ്റിലെയും നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ സ്റ്റാർ എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ടറായി. ഓ വെരി ഗുഡ്, ഞാനൊരു സ്റ്റാർ ആണ്. ഇനി അങ്ങനത്തെ 2 പേരെ, ഒരു സ്റ്റാർ എക്സിക്യൂട്ടീവിനും ലെഫ്റ്റും റൈറ്റുമായിട്ട് ഓരോരുത്തരെ ക്രിയേറ്റ് ചെയ്താൽ ഞാനൊരു സ്മാർട്ട് എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ടറായി. ഞാൻ സ്മാർട്ടായി. അങ്ങനെ ലെഫ്റ്റിൽ ഒരു സ്മാർട്ട്, റൈറ്റിൽ ഒരു സ്മാർട്ട് എക്സിക്യൂട്ടീവ് ഞാൻ ക്രിയേറ്റ് ചെയ്താൽ ഞാൻ ഗ്രാൻഡ് എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ടറായി. ഗ്രാൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഫിയാവിന്റെ ഗ്രാൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഗ്രാൻഡ് എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ടർ ഒരാൾ ലെഫ്റ്റിലും ഒരാൾ റൈറ്റിലും ക്രിയേറ്റ് ചെയ്താൽ സീനിയർ എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ടറായി. സോ ഈ സിസ്റ്റത്തിൽ റാങ്കുകൾ എന്ന് പറയുന്നത് വെറുതെ കുറെ വരുമാനം വാങ്ങിച്ചുകൊണ്ട് സംഭവിക്കില്ല എന്നർത്ഥം. കൃത്യമായിട്ട് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ കൈപിടിച്ച് ഉയർത്തി വലുതാക്കിക്കൊണ്ട് അവരെ നമ്മൾ നിൽക്കുന്ന റാങ്കിലേക്ക് ഉയർത്തിക്കൊണ്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് റാങ്കുകൾ കിട്ടുന്നു. എക്സിക്യൂട്ടീവ് റാങ്കിൽ 6 റാങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഡയമണ്ട് റാങ്കിൽ അവിടെയും 5 റാങ്കുകൾ കാണാൻ പറ്റും. അംബാസഡർ റാങ്കിൽ അവിടെയും നമുക്ക് 5 റാങ്കുകൾ കാണാൻ പറ്റും. ഇങ്ങനെ ടോപ്പ് റാങ്ക് ഗ്ലോബൽ അംബാസഡർ എന്ന റാങ്കാണ്. ഈ റാങ്കിലെത്തിയാൽ ഏറ്റവും ടോപ്പ് റാങ്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ റാങ്കുകൾ നേടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുയോജ്യമായ റിവാർഡുകൾ, ബെനിഫിറ്റുകൾ അതും ഈ സിസ്റ്റത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് അനൗൺസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അത്ര ബിഗിനിങ് സ്റ്റേജിലാണ് ഈ സിസ്റ്റം നിൽക്കുന്നത്. ഈ സിസ്റ്റം നവംബർ 1-ാം തീയതി മുതൽ അതിന്റെ ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ മൊബൈൽ ഫ്രാഞ്ചൈസികൾ എടുക്കാൻ, ഏരിയ ഫ്രാഞ്ചൈസികൾ എടുക്കാൻ, ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി എടുക്കാൻ, സ്റ്റേറ്റ് ഫ്രാഞ്ചൈസി എടുക്കാൻ, ഇങ്ങനെ നിരവധി അവസരങ്ങൾ സിസ്റ്റം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെ എല്ലാം നിരവധി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിനെല്ലാം നിങ്ങൾ നേരിട്ട് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതിന് നിങ്ങളെ പരിചയപ്പെടുത്തിയ ആൾക്കാരുടെ സഹായം നിങ്ങൾക്ക് കിട്ടും. ഓഫീസിൽ ആരെ ബന്ധപ്പെടണം, എങ്ങനെ ബന്ധപ്പെടണം, അതുമായി ബന്ധപ്പെട്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനുള്ള സംവിധാനങ്ങൾ സിസ്റ്റം ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന, പോസിറ്റീവായിട്ട് ടോക്ക് ചെയ്യാൻ പറ്റുന്ന, പോസിറ്റീവായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലൂടെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെട്ട് കഴിഞ്ഞു. ലെറ്റ്സ് വിൻ വിത്ത് ഫിയാവിൻ. നമുക്ക് ഒരുമിച്ച് വലിയൊരു ഉയരങ്ങളിലേക്ക് നേടാം, ഉയരങ്ങളിലേക്ക് പറക്കാം. അതിനാവശ്യമായ എല്ലാവിധ സാഹചര്യവും സർവശക്തൻ ഒത്തു തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു. ഒരു വിന്നിംഗ് സ്പിരിറ്റോട് കൂടി ഈ സിസ്റ്റത്തെ നിങ്ങൾ ഏറ്റെടുക്കുക. ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും ഇത് പരിചയപ്പെടുത്തിയ ആളെ ബന്ധപ്പെട്ടുകൊണ്ട് തീർക്കുക. ഈ സിസ്റ്റത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ സൈനപ്പ് ചെയ്യുക. ഒരു ഉൽപ്പന്നം വാങ്ങിച്ചുകൊണ്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരിക. വളരെ സജീവമായി ബിസിനസ് ചെയ്ത് നമുക്ക് മുന്നേറാം. ലൈഫിൽ വലിയൊരു അച്ചീവ്മെന്റിലേക്ക് മാറാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.